അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്. ഇത് കേട്ടത് ഏതാണ്ട് 1 വർഷത്തിനു മുമ്പാണ്. ആലപ്പുഴയിൽ നിന്നാണ് കേട്ടത്. ഒരു തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ഒരു മൂത്ത തീവ്രവാദിയുടെ തോളിലിരുന്നു കൊണ്ട് ഒരു ഇളമുറ തീവ്രവാദി പറഞ്ഞതാണ് ഇത്. കോടതിയൊക്കെ ഇടപെട്ടു. മുദ്രാവാക്യം വിളിച്ചവരെയും ജാഥ നടത്തിയവരെയും എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ അത് വലിയ ഗൗരവത്തിലെടുത്തില്ല. കോടതിയുടെ മുന്നറിയിപ്പ് പിന്നെ ഉണ്ടായി. ഒടുവിൽ സഹികെട്ട് പേരിന് വേണ്ടി ആരൊക്കെയോ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മാറി. ഇതൊക്കെ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്രം ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ഒറ്റ രാത്രി കൊണ്ട് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ടു. ഇപ്പോഴും സൂര്യനെ കാണാതെ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. ആ പാർട്ടിയിൽപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് നിരവധി സംഘടനകളുണ്ട്. ഒന്ന് പോയാൽ വേറൊന്ന്. സംഘടനയേ ഉള്ളൂ. അത് പ്രവർത്തിക്കേണ്ട സമയത്ത് അവർ ഉണർന്ന് പ്രവർത്തിച്ചോളൂ. അതിനുവേണ്ടിയാണ് ഈ ധാരാളം സംഘടനകൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. പേപ്പറിലൊക്കെ മാത്രമേ നിൽക്കുന്നുള്ളൂ. ആവശ്യം വരുമ്പോൾ അവർ സംഘടിതമായി മാറുകയും ചെയ്യും. അതിനുള്ള സെറ്റപ്പും അതിൻ്റെതായ ആൾക്കാരും ഒക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, IDFI പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ മുഖമാണെന്ന് അറിയിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്തതാണ്. അവരുടെ ഫണ്ട് മരവിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എത്ര തീവ്രവാദ സംഘടനകളാണെങ്കിൽ പോലും നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറൊരു രൂപത്തിൽ ഇവിടെ രൂപപ്പെട്ടു വരും. UPA സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു രൂപത്തിൽ വന്നു. അങ്ങനെ വന്നത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും. ഇവര് അന്നത്തെ കാലത്ത് അത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു തുടരന്വേഷണം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ BJP സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ അവർ തുടരന്വേഷണം നടത്തുന്നുണ്ട്. കേരള പോലീസ് അറിയാതെയാണ് വന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിലെ മുഴുവൻ എണ്ണത്തിനെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. ജയിലിനകത്താക്കിയതിനു ശേഷമാണ് ഇവിടുത്തെ അറിയുന്നത്. അല്ലെങ്കിൽ കേരള പോലീസ് അത് വേണ്ട തരത്തില് ഇവരുടെ ഗ്രൂപ്പുകളിൽ പോലും ഉണ്ടല്ലോ, പച്ച വെളിച്ചം എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ മെസ്സേജ് പോയി രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുകയും മാറ്റിവെക്കേണ്ടതായ സ്വത്തുക്കളോ പണമോ ഒക്കെ മാറ്റിവെക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാതെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ആ പോപ്പുലർ ഫ്രണ്ടാണ് പുതിയ രൂപമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പിന് കത്തയച്ചിരിക്കുന്നു. ഇതെന്താ താമരശ്ശേരി ബിഷപ്പിന് കത്തയക്കുക എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട്. IDFI പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ മുഖമാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരെപ്പോഴും നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാലും ഇവരുടെ ഈ താഴെ തട്ടിലുള്ള അണികളുണ്ടല്ലോ, അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവരൊക്കെ CPM-നകത്ത് നുഴഞ്ഞു കയറും. ഇവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ SDPI. മുസ്ലിം ലീഗിനകത്ത് നുഴഞ്ഞു കയറും. അത് ചിലപ്പോൾ കോൺഗ്രസിനകത്തേക്ക് നുഴഞ്ഞു കയറും. ഇവരിലേക്കൊക്കെ നുഴഞ്ഞു കയറിയിട്ട് ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ അജണ്ട നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ PFIയുടെ ആശയങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ IDFIയുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത് എന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. താമരശ്ശേരി ബിഷപ്പിന് അയച്ച കത്തിൽ. ഈ താമരശ്ശേരി ബിഷപ്പ് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, ക്രൈസ്തവ സഭ മാത്രമല്ല ഉള്ളത്.
അപ്പൊ നോക്കണം, അവരുടെ മുദ്രാവാക്യത്തില് അവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെയും നേരെ ഈ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിയ മുദ്രാവാക്യം തന്നെയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഈ ബിഷപ്പിന്റെ ആ കത്തിൽ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും 70% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകണമെന്ന്. അതുപോലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബാങ്ക് വിളി അടക്കമുള്ള മുസ്ലിം മതാചാരങ്ങൾ അനുവദിക്കണം. ഇതൊക്കെയാണ് താമരശ്ശേരി ബിഷപ്പിന് അയച്ച കത്തിൽ പറയുന്നത്. മതാചാരങ്ങൾ അനുവദിക്കണമെന്നും അല്ലാത്തവർക്ക് NSSന്റെ SNDP ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാമെന്നും കത്തിൽ പറയുന്നു. എന്നുവെച്ചാൽ പൊതുവിദ്യാലയങ്ങൾ അവിടെ ബാങ്ക് വിളിയൊക്കെ വേണം. അതിന് താല്പര്യമില്ലാത്തവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി NSSന്റെയും SNDPയുടെയും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ചേരട്ടെ എന്ന് നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം, കേരളം മത തീവ്രവാദികളുടെ പിടിയിലകപ്പെടും, അതിനധികകാലമൊന്നും പോകേണ്ട. അത് ശരിയാണ്. VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊള്ളുകയാണ്. അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മതതീവ്രവാദികളുടെ ഒരു പരിശീലനത്തിനുള്ള ഒരു ഹബ്ബായി മാറുന്നു, അവർക്ക് വളരാനുള്ള ഇടമായി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും അവർ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, RSSകാർ, BJPക്കാരെല്ലാം നശിപ്പിക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ ഇവിടെ മുസ്ലിം സമുദായം മാത്രം മതി, ഇതൊരു മുസ്ലിം രാഷ്ട്രമായി മാറും 2047 എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ IDFI, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ മുഖം എന്ന് പറയുന്നത് ശരിയാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയെന്ന് ബിഷപ്പിനയച്ച ഭീഷണിക്കത്തില് ഇവർക്ക് സംവരണം വേണമെന്നും സ്കൂളുകളിൽ ബാങ്ക് വിളി വേണമെന്നും ഒക്കെ പറയേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ആര്? താമരശ്ശേരി ബിഷപ്പാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കത്തയക്കേണ്ടത് ആർക്കാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് കത്തയക്കേണ്ടത്. താമരശ്ശേരി ബിഷപ്പിന് കത്തയച്ചിട്ടോ, അല്ലെങ്കിൽ മർത്തോമാ സഭയിലെ ബിഷപ്പിന് കത്തയച്ചിട്ടോ, മലങ്കര സഭയിലെ ബിഷപ്പിന് കത്തയച്ചിട്ടോ, യാക്കോബ സഭയിലെ ബിഷപ്പിന് കത്തയച്ചിട്ടോ കാര്യമില്ല. അവരും കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമാണ്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കോ അല്ലെങ്കിൽ പെരുന്നയിലെ സുകുമാരനാർക്കോ കത്തയച്ചിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിക്കാണ് കത്തയക്കേണ്ടത്. അപ്പൊ ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം മുഴുവൻ ഇവർക്ക് മാത്രമായി കൊടുക്കണം, ബാങ്ക് വിളി വേണം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ ആലപ്പുഴയിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം വിളി നമ്മളിപ്പോൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം തന്നെയാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്.